എൻ്റെ രോഗത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. പൊതുവേ ശരീരം കോട്ടിപ്പിടിക്കുന്നു, ശരീരം പരസ്പരം ബന്ധപ്പെടാതെ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല, ഓർമ്മക്കുറവ്. അപ്പം അങ്ങനെയാണ് ഞാൻ SH മെഡിക്കൽ സെൻ്ററിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം അവിടുത്തെ സ്റ്റാഫിൻ്റെയും ഡോക്ടറുടെയും നഴ്സിൻ്റെയും ഒക്കെ ശ്രമഫലം കണ്ടപ്പോൾ എനിക്കൊരു നല്ലൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിനകത്തുണ്ടായി. എങ്കിലും ആ പ്രതീക്ഷ ഒരു 4-5 ദിവസം വരെ കടന്നുപോയപ്പോൾ നിരാശയിൽ അവസാനിക്കൂ എന്നൊരു തോന്നലാണ് എനിക്ക് ആദ്യം ഉണ്ടായത്. ആ സ്ഥലത്ത് നിന്നാണ് എനിക്ക് ഏതാണ്ട് 7-ാം തീയതിയാണെന്ന് തോന്നുന്നു, വൈകുന്നേരം മുതൽ ഈ ഡോക്ടേഴ്സിൻ്റെയും മറ്റ് സ്റ്റാഫിൻ്റെയും ഒക്കെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. കാരണം പ്രതീക്ഷ അവർക്ക് പോലും ഇല്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. അവരെന്നെ ഒരു രോഗി എന്നുള്ള രീതിയിൽ അവർ ചേർത്ത് നിർത്തുകയും എന്നെ നിരാശ ബോധത്തിൽ നിന്ന് ആശയുടെ പ്രതീക്ഷകളിലേക്ക് ഉയരാൻ എന്നെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിന് ഞാൻ സഹകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നല്ല പ്രതീക്ഷ എനിക്കുണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയും കുറേ രോഗങ്ങൾ മാറി കിട്ടാനുണ്ട്. അതും ഇവിടുത്തെ സഹായം കൊണ്ടും സ്ഥാപനത്തിൻ്റെ സഹായം കൊണ്ടും മാറി കിട്ടുമെന്ന് ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഞാനും മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ എനിക്ക് കണ്ടീഷൻ കാണുമ്പോൾ അറിയാം, ട്രീറ്റ്മെൻറ്റ് മോഡ് കാണുമ്പോൾ അറിയാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇരിക്കുമെന്നോ വർത്താനം പറയുമെന്നോ. അപ്പോൾ അതിലെനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഹോസ്പിറ്റലിനോടും ഇവിടുത്തെ സ്റ്റാഫിനോടും അച്ഛനെ ട്രീറ്റ് ചെയ്ത എല്ലാ ഡോക്ടേഴ്സിനോടും എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു.